ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. 6 killed 20 hurt in തിരുപ്പതി സ്റ്റാമ്പേഡ്. ഈ ഇടയ്ക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്ന സ്റ്റാമ്പേഡ്സിനെ കുറിച്ച്. ദാറ്റ് വാസ് അബൌട്ട് ദാറ്റ് അല്ലു അർജുൻ ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദ റിലീസ് ഓഫ് പുഷ്പ 2 മൂവി. അപ്പോൾ ഒരു സ്റ്റാമ്പേഡിലാണ് ഒരു വുമൻ മരിച്ചത്. അവരുടെ കുട്ടി ഹീസ് സ്റ്റിൽ ഇൻ ദ ക്രിട്ടിക്കൽ കണ്ടീഷൻ. അന്ന് ആ സ്റ്റാമ്പേഡുകൾ റെക്കറിംഗ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നതിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഹിന്ദു put an editorial, but now another stampede happened in the same state of Andhra Pradesh in Tirupati temple. 6 people killed. അപ്പം അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതിൽ വേറെ ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, തിരുപ്പതി ടെമ്പിൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം, ആന്ധ്രയിലാണ്. Data rules to be rolled out by mid-2025, says Vaishnav. This news also we explained in detail many times during the last 2 to 3 days. One data protection, personal data protection act came in the year of 2023. That was passed in parliament, and after that government of India is formulating draft rules for implementation of personal data protection act. So that draft rules are now available in the public domain for feedback or review from the public and also from the various other stakeholders, including the IT companies. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, മെറ്റ, അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ എല്ലാവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനാണ് ഈ ഡ്രാഫ്റ്റ് ഇപ്പൊ മുന്നിൽ വെച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ റെസ്പോൺസിബിൾ മിനിസ്റ്റർ ഓഫ് IT, ഇൻഫർമേഷൻ ടെക്നോളജി, അശ്വിനി വൈഷ്ണവ്, yesterday stated before the media that India will roll out this data protection rule by mid-2025. അതായത് ജൂണോടുകൂടി ഈ ഡ്രാഫ്റ്റ് ഫൈനൽ റൂൾസ് ആയി മാറും എന്നാണ്. അതും അത്രയും അറിഞ്ഞിരിക്കുക. വേറെ ഇതിന്റെ ബേസിൽ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡൊക്കെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അവരുടെ അടുത്താണ് നമുക്ക് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ടത്. ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയും ഒക്കെ. പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടാൻ പോണത്. പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിൾ ഏജൻസി ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. For the effective implementation and regulation of Personal Data Protection Act 2023, Government of India is going to form a body. That body is known as Personal Data Protection Board of India. അതും അറിഞ്ഞിരിക്കുക. പിന്നെ വേറൊരു ന്യൂസ് ഉള്ളത്, ആർമി റിട്രീവ്സ് വൺ ബോഡി ഫ്രം ആസാം മൈൻ. അത് വേണ്ട, ഒരു ട്രാജഡിയെ കുറിച്ചാണ്. സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ്. MPs on House Committee seek more time for deliberation. Recently, Government of India introduced One Nation, One Election, a bill in Lok Sabha. And if government wants to implement this One Nation, One Election in India, there has to be some constitutional amendments. For making those constitutional amendments, government put forward two constitutional amendment bills in the Lok Sabha, but after that government decided to send those bills to the JPC. JPC means Joint Parliamentary Committee. Joint Parliamentary Committee is a group of member of parliaments, MPs from various political parties, including the opposition parties. Recently, Government of India formed another JPC. മറ്റൊരു JPC ഇടയ്ക്ക് ഫോം ചെയ്തിരുന്നു for the consideration of Waqf Amendment Bill. Waqf ബില്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു JPC വന്നില്ലേ. ജഗദാംബിക പാൽ is the chairman of JPC, constituted for the review of Waqf Amendment Bill. ചിലപ്പോൾ ചോദിക്കാം, Waqf Amendment ബില്ലുമായിട്ട് ബന്ധപ്പെട്ട JPCയുടെ ഹെഡ് ആരാണ്? ജഗദാംബിക പാൽ. ഇതിന്റെ ഈ വൺ നേഷൻ വൺ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോർമുലേറ്റ് ചെയ്ത JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഹെഡ് PP ചൗധരിയാണെന്ന് എന്റെ ഓർമ്മ. ഒരു ചൗധരിയാണ്, ഇനിഷ്യലിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. PP ചൗധരി ആണെന്നാണ് ഓർമ്മ. നിങ്ങളത് ചെക്ക് ചെയ്തോളണം. ഓക്കെ അപ്പം അതാണ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ന്യൂസ്, ഇത് വലിയ ആവശ്യമില്ല. ഫോർകാസ്റ്റ് ഫോർ 2023 ഡൽഹി ഫ്ലഡ്, അത് വലിയ ആവശ്യമില്ല. NGT, what is NGT? National Green Tribunal. What is NGT? National Green Tribunal. Tribunals are specialized courts. Those courts will look into only specialized issues. And NGT, National Green Tribunal, our name itself suggests that it is something related to environment. Green means environment friendly ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. സോ അവര് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. NGT, National Green Tribunal. There is another
Tribunal, NCLT, National Company Law Tribunal. That means they will look into the issues of companies, company-related issues. That only they will look after. NCLT, National Company Law Tribunal. TDSAT, Telecom Dispute Settlement Appellate Tribunal. They will look after the issues of telecom disputes. Okay. Then SAT is there, Securities Appellate Tribunal. Securities Appellate Tribunal will deal with the cases related to stock market. Securities means stocks. So Securities Appellate Tribunal will take in അവര് എങ്ങനെയുള്ള കേസുകളായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളായിരിക്കും. സോ ട്രിബ്യൂണൽസ് ആർ ഓൾവേസ് സ്പെഷ്യലൈസ്ഡ് കോർട്സ് ഡീലിംഗ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ അതാണ് ട്രിബ്യൂണൽസ്. അത് മേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ട്രിബ്യൂണൽസ് ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ. ഇനി നെക്സ്റ്റ് പേജ്, സ്റ്റേറ്റ്സ് പേജ്. സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ ആന്ധ്രാപ്രദേശ്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ഈസ് ദയർ അലോങ് വിത്ത് മോദി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഹു ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്? Chandrababu Naidu. He is the richest chief minister of India also. Recently, I put one reel in Instagram. Who is the richest chief minister of India? So the richest chief minister of India is Chandrababu Naidu, Andhra Pradesh chief minister. Along with him, deputy chief minister of Andhra Pradesh is also there. Deputy chief minister of Andhra Pradesh is former actor Pawan Kalyan. Pawan Kalyan. Okay. Then border fencing on in West Bengal despite BGP objections. BSF. What is BSF? Border Security Force. India has some paramilitary forces. Out of them, one important paramilitary force is BSF, Border Security Force. Their mandate is to protect the boundaries of India, protect the boundary of India along the Bangladesh border and Pakistan border. Along the Bangladesh border and Pakistan border. India is also having boundary with China, Myanmar, Nepal, etc. But those boundaries are being managed by some other paramilitary forces like ITBP, Indo-Tibetan Border Police, SSB, Sashastra Seema Bal, etc. But India-Pakistan border, India-Bangladesh border, these two borders are being managed by BSF, Border Security Force. So Border Security Force is a very important paramilitary force of India. But India's biggest paramilitary force is CRPF, Central Reserve Police Force. India's biggest paramilitary force is CRPF, Central Reserve Police Force. So border fencing on in West Bengal despite BGB objections. BGB means Bangladesh Border Guard Bangladesh. That is Bangladesh Border Protection Force. There is no need for us to remember what is BGB. But you should understand one thing. India has the largest or longest land boundary with Bangladesh. Sometimes in some exams they will ask you, with which country India is sharing the biggest land boundary? With which country India is sharing the biggest or longest land boundary? That is with Bangladesh. So a lot of illegal infiltration is also taking place through this long boundary India is sharing with Bangladesh. Some people from Bangladesh are illegally entering India. That's why India government decided to fence the boundary with Bangladesh. So that fencing activities going on in West Bengal, Assam, Lake states. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Okay. അപ്പം അത് പഠിച്ചു വെച്ചേക്കുക. Will adopt the best practice of Kumbh for Simhastha, MPCM. Kumbh Mela, you all know, it is the largest religious congregation in the world. That is going to happen in February in Prayagraj. So Kumbh Mela is going to be held at Prayagraj in Uttar Pradesh. Likewise, some religious congregations are happening in some other states also. Ganga Sagar Mela, yesterday also I spoke about Ganga Sagar Mela. Ganga Sagar is a place in West Bengal. So there also this holy dip in the Ganga river is taking place. That is known as Ganga Sagar Mela. In Ujjain, Madhya Pradesh, another one Mela is there. That is known as Simhastha Fair. Simhastha Fair is in Ujjain. Ujjain is in Uttar Pradesh. So, Ujjain is in Madhya Pradesh. Madhya Pradesh Ujjainile Simhastha Fair എന്നുള്ള പേരിൽ ഏതാണ്ട് കുംഭമേള പോലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ കുംഭമേളയിലെ ബെസ്റ്റ് പ്രാക്ടീസസ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുമെന്ന് മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞു. Who is the chief minister of Madhya Pradesh? Mohan Yadav. Mohan Yadav is the chief minister of Madhya Pradesh. Mohan Yadav.
Then okay, this ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പേജ് ഡിസ്കസ് ചെയ്യാൻ. നെക്സ്റ്റ് പേജ് നോക്കുമ്പോൾ Center yet to wake up from its slumber on Dam Safety Act. Supreme Court yesterday criticized the government of India for the failure of implementation of Dam Safety Act of India. There is an act, Dam Safety Act 2021. Dam Safety Act 2021. Dam Safety Act 2021 was passed in the Indian Parliament in 2021. That's why this act is known as Dam Safety Act 2021. So based on that Dam Safety Act 2021, Government of India has to formulate a committee. The name of that committee is National Committee on Dam Safety. But after the passing of 4 years also, Government of India didn't form the National Committee on Dam Safety. So Supreme Court of India criticized the Government of India for the abject failure of Government of India to implement Dam Safety Act 2021 in letter and spirit. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്രിട്ടിസൈസ് ചെയ്തു. അതാണ് പറഞ്ഞത്. ഡാം സേഫ്റ്റി ആക്ട് 2021 അകത്ത് നാഷണൽ കമ്മിറ്റി ഓൺ ഡാം സേഫ്റ്റി ഒക്കെ ഫോം ചെയ്യേണ്ട വരുന്നിട്ട് ഗവൺമെന്റ് അത് ചെയ്തില്ല. ഓക്കെ, നടന്നിരിക്കുക. പിന്നെ എഡിറ്റോറിയൽ ഫസ്റ്റ് എഡിറ്റോറിയൽ, രണ്ട് എഡിറ്റോറിയലും നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയൽ തന്നെ. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എഡിറ്റോറിയൽ is regarding the advanced estimate of India's GDP for the financial year 2024-25 by NSO. NSO is National Statistical Office. NSO, National Statistical Office is the responsible body for the collection of data related to GDP, and they will compile these data and present before us the final GDP figures. So അവരാണ് അതിന്റെ റെസ്പോൺസിബിൾ ബോഡി എന്ന് പറയുന്നത്. സോ അവരാണ് ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So as per their advanced estimates, India's GDP will grow at the rate of 6.4% only during the financial year 2024-25. That is one of the lowest growth figures of India during the last 4 to 5 years. So ഇന്ത്യയുടെ എക്കോണമി അത്ര വലിയ രീതിയിൽ വളരില്ല എന്നാണ്. വളരുന്നു 6.4% itself is a very good growth, but as compared to India's previous growths, it is less. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ GDP Q1 ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ Q1 India's GDP decelerated. In Q2 also decelerated. There were some specific reasons for the deceleration of Indian GDP growth rate during the Q1 and Q2. First Q1 March, April, May, June. Q2 July, August, September. April, May, June എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻ happened in May. So there was model code of conduct means മാതൃകാ പെരുമാറ്റച്ചട്ടം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആ സമയത്ത് ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഒന്നും നടപ്പാക്കാൻ പാടില്ല. ദാറ്റ് affected India's GDP growth rate during the Q1 because government's capital expenditure was not happened during that period. And Q2 also അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. Q1 ഒരു സംഭവത്തിന്റെ റിഫ്ലക്ഷൻ Q2 അപ്പൊ ആ ഒരു സംഭവം അതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും Q3 Q4 ഇനി എന്ത് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ 7% ഗ്രോത്ത് ഒക്കെയാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പ്രൊജക്ട് ചെയ്തിരുന്നത് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2024-25. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഈവൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ് revised their GDP growth rate to 6.5 or 6.6% recently in their monetary policy. Government of India is also acknowledging the fact that India is not growing at the rate of 7% during this year. But Government of India is putting the blame on RBI. RBIയുടെ ചില പോളിസീസ് ആണ് ഈ ഗ്രോത്തിന്റെ ഡീസലറേഷന് കാരണം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവർ ബ്ലെയിം ചെയ്യുന്നതല്ല പറയുന്നത്. എന്നാലും അവർ RBIയുടെ ചില പോളിസി വേറൊന്നും അല്ല. RBI മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെച്ചേക്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ് മീൻസ് റിപ്പോ റേറ്റ് കൂട്ടി വെച്ചേക്കാം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഈസ് എബവ് ദ മാൻഡേറ്റഡ് ഫിഗർ ഓഫ് 4%.
4% എന്ന് പറഞ്ഞ ഫിഗറിൽ നിൽക്കണം. പക്ഷേ അത് 6% മുകളിൽ പോയായിരുന്നു ഇടയ്ക്ക് വെച്ച്. സോ എപ്പോഴും RBIയുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ടു ടൈം ദ ഇൻഫ്ലേഷൻ. ദാറ്റ്സ് വൈ ദേ ആർ കീപ്പിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, ദാറ്റ് ഈസ് റിപ്പോ റേറ്റ്, at around 6.5% for the last 1.5 years. അത് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിനെ ബാധിക്കുന്നതും അതാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കുറയാൻ ഒരു കാരണമെന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നു. പക്ഷെ അത് മാത്രമൊന്നല്ല കാരണം. ഈ നോമൂറ എന്നൊക്കെ പറഞ്ഞ ചില ഏജൻസീസ് ഉണ്ട്, അവരൊക്കെ പറഞ്ഞ ഇന്ത്യ ഒരു സൈക്ലിക്കൽ ഗ്രോത്ത് ഡീസലറേഷൻ, അത് കുറെ കാലം ഒരു എക്കോണമി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറെ ഒരു സൈക്കിളാണിത്, പിന്നെ ഡീസലറേഷനിലേക്ക് പോകും. അതിലേക്ക് ഇന്ത്യ എൻ്റർ ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് അങ്ങനെ എൻ്റർ ചെയ്തിട്ടൊന്നുമില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതൊക്കെ ഇനി അടുത്ത് നമുക്കറിയാം. എന്തായാലും one silver lining is that India's agriculture sector is growing. Previously, if you take the statistics of last 10 or 15 years, India's GDP growth was mainly due to the contribution of manufacturing sector and service sector. India's agriculture sector was always decelerating. But India's agriculture sector is now contributing to the GDP in this financial year, because India's agriculture sector is growing handsomely. That is what NSO data is suggesting. പക്ഷേ അതേ സമയത്ത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടർ, മൈനിങ് സെക്ടർ, സർവീസ് സെക്ടർ അതൊന്നും അത്ര നല്ല ഒരു ഗ്രോത്തിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് പബ്ലിക് ക്യാപെക്സ് എന്ന് പറയുന്നത്, പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത് കൂടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് GDP ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത്. അതേസമയത്ത് അംബാനി അദാനിയൊക്കെ പോലുള്ള ആൾക്കാരാണ് പ്രൈവറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, അത് കുറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. അത് ഒരുപക്ഷെ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാവാം എക്കോണമിയിൽ. പിന്നെ പബ്ലിക് കൺസംഷൻ കുറയുന്നു, അത് ഇൻഫ്ലേഷൻ കൊണ്ടാവാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ. പിന്നെ സെക്കൻഡ് എഡിറ്റർ ക്രിപ്പിൾ ആൻഡ് സ്കട്ടിൽ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ ട്രൈയിങ് ടു weaken Right to Information Act. Right to Information Act, RT Act 2025. RT Act 2005. Sorry. RT Act 2005. This is a path-breaking act implemented by the Manmohan Singh government during 2005. ആ ഒരു സമയത്ത് മൻമോഹൻ സിംഗിന്റെ UPA 1 ഗവൺമെന്റ് implemented Right to Information Act to bring transparency in governance matters. So, based on RBI Act, if we request for some government data, government has to give that data to us within 30 days as per the RBI, as per the Right to Information Act 2005. If that request is not affecting our national security, അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പ്രൈവറ്റ് ഡേറ്റ അങ്ങനെയൊന്നുള്ളതല്ലെന്നുണ്ടെങ്കിൽ the government authority has to give those data to you if you are applying for that data under RT Act 2005. അപ്പോൾ അതിനുവേണ്ടി RT Act ഞാനിപ്പോൾ പറഞ്ഞ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വരുമ്പോൾ ഒരു പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നപ്പം ഇന്ത്യയിൽ CIC വന്നു, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് വന്നു എല്ലാ സ്റ്റേറ്റിലും ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് RT Act 2005. ബട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലായിരുന്നാലും സെൻട്രലായിരുന്നാലും ഗവൺമെന്റുകൾ നോട്ട് ഫില്ലിംഗ് ദ വേക്കൻസീസ് അറൈസിംഗ് ഇൻ ദീസ് ഇൻഫർമേഷൻ കമ്മീഷൻസ്. സ്റ്റേറ്റ് ലെവലിൽ തന്നെ സെൻട്രലിലെ ഇൻഫർമേഷൻ കമ്മീഷനിൽ 8 വേക്കൻസി ഉണ്ട് കുറെ കാലമായിട്ട്. സ്റ്റേറ്റ് ലെവലിൽ ന്യൂമറസ് നമ്പർ ഓഫ് വേക്കൻസീസ് ആർ ദെയർ. അതേ സമയത്ത് thousands of അല്ലെങ്കിൽ lakhs of RT applications are pending before the information commissions of various states and central government. അപ്പൊ ഇതെങ്ങനെ ബാക്ക്ലോഗ് തീർക്കും? വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നില്ല. ഫില്ല് ചെയ്താലേ തീർക്കാൻ പറ്റൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഗവൺമെന്റ് ഈ ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒരു അമെന്റ്മെന്റും കൊണ്ടുവന്നു. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ ഒന്ന് ഡയല്യൂട്ട് ചെയ്യുന്നൊരു അമെന്റ്മെന്റ് ആണ്. അപ്പൊ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിനോ പല സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കോ താല്പര്യം ഇല്ല എന്നാണ് ഇത്തരം ആക്ടുകളിൽ കൂടെ മനസ്സിലാവുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ യെസ്റ്റർഡേ സിവിയർലി ക്രിട്ടിസൈസ്ഡ് Supreme Court of India yesterday severely criticized the government of India and various states government for their inaction for the effective implementation of RT Act.
ആൻഡ് അവര് ഈ പറഞ്ഞ വേക്കൻസീസ് ഒന്നും ഫിൽ ചെയ്യാത്തതിന്റെ ഒക്കെ പേരല്ലേ. അത് മാത്രമാണ് ഇതിന്റെ അകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എഡിറ്റോറിയൽ എന്നേ ഉള്ളൂ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നല്ല ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്തൊക്കെയാണ് നടപടികൾ എടുത്തത്, ഇവിടുത്തെ വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള നടപടികൾ എടുത്തതെന്ന് ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റുകളോട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കണം കോടതിയിൽ. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോ ദ റൈറ്റ് ടു ഫുഡ് ആൻഡ് ദ സ്ട്രഗിൾ വിത്ത് ദ PDS എന്നുള്ള ആർട്ടിക്കിൾ ഇവിടെ കാണാം. ഈ ആർട്ടിക്കിള് റൈറ്റ് ടു ഫുഡ് എന്ന് പറഞ്ഞ ആക്ട് ഇന്ത്യയിലുണ്ട്. റൈറ്റ് ടു ഫുഡ്, അല്ലെങ്കിൽ ഈ റൈറ്റ് ടു ഫുഡ് ഒരു റൈറ്റ് ആക്കി മാറ്റി, ഫുഡ് ഭക്ഷണത്തിനുള്ള അവകാശം. അപ്പോഴാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒക്കെ വരുന്നത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, NFSA എന്ന് പറയും, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നു. ബേസ്ഡ് ഓൺ ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ടു ഗീവ് 5 kilogram of rice, wheat or coarse grains to persons belonging to BPL families through PDS system. BPL ഫാമിലിയിലുള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഞാനൊരു BPL ഫാമിലി ആളാണെങ്കിൽ എനിക്ക് ഒരു 5 kilo റൈസ് അല്ലെങ്കിൽ വീറ്റ് അല്ലെങ്കിൽ കോഴ്സ് ഗ്രെയിൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ പ്രൊവൈഡ് ത്രൂ റേഷൻ ഷോപ്സ്. ഓക്കെ, അപ്പൊ അതാണ് NFSA ആക്ട് എൻഷുർ ചെയ്തത്. അന്ന് അതിനൊരു പ്രൈസ് ഉണ്ടായിരുന്നു. when they started implementing this NFSA, National Food Security Act, previously Manmohan Singh government started this NFSA, National Food Security Act, and when they started implementing it, I have to give 3 rupees if I opt for rice, for 1 kilogram rice. If I opt for wheat, I have to give 2 rupees for 1 kilogram wheat. If I am opting for coarse grains, I have to give 1 rupees for that coarse grain, 1 kilogram of coarse grain. But after that, Modi government made it completely free. അതിനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞത്. ആക്ച്വലി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ബേസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയാണ്. ദാറ്റ് മെയ്ഡ് ഓൾ ദീസ് ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദീസ് പുവർ പീപ്പിൾ ഓർ BPL ഫാമിലി പീപ്പിൾ അബ്സല്യൂട്ട്ലി ഫ്രീ. PDS ഷോപ്പുകൾ വഴി. പക്ഷേ അതിലിപ്പോ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു. നോട്ട് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇൻ കേരള ഇറ്റ് ഈസ് വെരി effectively implementing PDS through ration shops. In Tamil Nadu it is very effective. In almost all the states it is very effective. But in certain states, especially like Bihar, backward states, ബീഹാറിന്റെ എക്സാമ്പിൾ അതിൽ പറഞ്ഞേക്കുന്നത്, ഒരുപാട് ആൾക്കാർ PDSന്റെ സിസ്റ്റത്തിന് വെളിയിൽ പോകുന്നു. വളരെ പോവർട്ടിയിലൊക്കെ ജീവിക്കുന്ന, എസ്പെഷ്യലി ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ ആൾക്കാർ അവരുടെ റേഷൻ എൻടൈറ്റിൽമെന്റ് അവർക്ക് നഷ്ടപ്പെടുന്നു. ഇതൊക്കെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അഴിമതികൾ കൊണ്ട് അതൊക്കെയാണ്. അപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊക്കെ ആയിരിക്കും, അപ്പോൾ അവർക്ക് ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് റേഷൻ കാർഡ് വാങ്ങാനോ അല്ലെങ്കിൽ ആധാർ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ഹാർഡ് കോപ്പി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും ബീഹാറിലൊക്കെ. അതൊക്കെ ചെയ്യാനോ എന്നുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിരിക്കും. അപ്പൊ ഈ മിഡിൽമെൻ വരും. ഈ മിഡിൽമെൻ വന്നിട്ട് 2000-3000 രൂപയാണ് ഈ റേഷൻ കാർഡ് എടുത്തു കൊടുക്കാൻ വേണ്ടി അവരത് വാങ്ങുന്നത്. അവസാനം ചിലപ്പോൾ റേഷൻ കാർഡ് കിട്ടും, ചിലപ്പോൾ അവന്മാര് പൈസ കൊണ്ട് മുങ്ങും. ഇതൊക്കെയാണ് ബീഹാറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ഇന്ത്യയിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ there are some deficiencies in some backward states like ബീഹാർ. അതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഈവൻ ഇഫ് ഇന്ത്യ ഈസ് പ്രൊവൈഡിങ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ടു its poor population, many of them, lakhs of them, crores of them are not getting that through PDS system because of the inherent problems existing inside our PDS, public distribution system. That is the essence of this article. It is a easy article, you can understand it if you read it. Okay, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനാസ് ലോങ് ഗെയിം ഇൻ ആഫ്രിക്ക എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. ഈ ചൈനാസ് ലോങ് ഗെയിം ഇൻ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ചൈന എന്ന് പറഞ്ഞ രാജ്യം ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ചാണ്. ആഫ്രിക്ക അറൌണ്ട് 55-56 നേഷൻസ് ഉള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞതിൽ തന്നെ 55 രാജ്യങ്ങളും കണ്ട് ഉണ്ട്. ഇന്ത്യ ഈസ് ഓൾസോ ട്രൈങ് ടു മേക്ക് ആൻ ഔട്ട്റീച്ച് ഇൻ ആഫ്രിക്ക. ഇന്ത്യ ഹാസ് മെനി ഫ്രണ്ട്സ് ഇൻ ആഫ്രിക്ക. ഈ റീസെന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് നൈജീരിയ. At that time I discussed about the relationship between India and Nigeria. And Nigeria gave its highest civilian honor to Indian Prime Minister. India is having a very strong relationship with many African nations like Mozambique, South Africa, Chad. Almost all the nations in the African region is very friendly with India also. പക്ഷേ അതിനേക്കാളും വലിയ ഔട്ട്റീച്ച് ആണ് ചൈന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന അവിടെ ഈവൻ പൊളിറ്റിക്കൽ സ്കൂൾസ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സ്കൂൾസ്, അതായത് പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ. ആ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് അവിടുത്തെ ഭരിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്ന ആൾക്കാർ, ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയി മാറുന്നവർ. അപ്പൊ ഭരിക്കുന്നവരാണെങ്കിൽ നാളെ ഒപ്പോസിഷൻ ലീഡർ അവരുടെ ഗവൺമെന്റിലേക്ക് ഭരിക്കാൻ പിന്നെ വന്നാലും ഒക്കെ അവരൊക്കെ ചൈനയുടെ സുഹൃത്തുക്കളായിരിക്കും.
അത് മാത്രമല്ല ചൈന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അവിടുത്തെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഒരുപാട് പണം മുടക്കുന്നുണ്ട്. ബിക്കോസ് ചൈന ഈസ് എ വെരി ബിഗ് എക്കോണമി ആസ് കമ്പയർഡ് ടു ഇന്ത്യ, 5 times ബിഗർ എക്കോണമി ആസ് കമ്പയർഡ് ടു ഇന്ത്യ. സോ ദേ ക്യാൻ ഗീവ് ജനറസ്ലി ടു ആഫ്രിക്ക. പക്ഷെ ചൈന ഒന്നും റിട്ടേൺ കാണാതെ അവരങ്ങനെ ചെയ്യത്തില്ല. ചൈനയ്ക്ക് അവിടെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് റെയർ എർത്ത് മിനറൽസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്ത്യക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ത്യക്ക് അതുപോലെ ജനറസ് ആയിട്ട് ചെയ്യാനുള്ള പൈസ ഇന്ത്യയുടെ കയ്യിലില്ല. പക്ഷെ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ഔട്ട്റീച്ചിൽ ഇന്ത്യ പിന്നോക്കം പോയാൽ ഇന്ത്യക്ക് ആഫ്രിക്കയിലുള്ള ഒരു ഗുഡ് വിൽ നമുക്ക് ചൈനയുടെ മുന്നിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ആർട്ടിക്കിൾ ചൈന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഈ 2 ആർട്ടിക്കിൾസ് മാത്രം നിങ്ങൾ നോക്കിക്കോളുക. അത് ഡിസ്കസ് ചെയ്യാനുള്ള സമയം എനിക്കുള്ളൂ. ബാക്കി പിന്നീട് നിങ്ങളൊന്ന് വായിച്ചോളൂ സ്വന്തമായിട്ട്. ഇനി ISROയുടെ പുതിയ ചെയർമാനെ കുറിച്ചാണ്. ISROയുടെ ന്യൂ ചെയർമാൻ ഈസ് ഫ്രം തമിഴ്നാട്, വി നാരായണൻ. ISRO's ന്യൂ ചെയർമാൻ ഈസ് ഫ്രം തമിഴ്നാട്. ഹിസ് നെയിം ഈസ് വി നാരായണൻ. അദ്ദേഹത്തിന് മുന്നിൽ ചലഞ്ചിങ് ഇയർ ആണ് വരാൻ പോകുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ നടക്കാൻ പോകുന്നു, ഇന്ത്യയുടെ ചന്ദ്രയാൻ 4 നടക്കാൻ പോകുന്നു, പിന്നെ ഇന്ത്യയുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം വരാൻ പോകുന്നു. 2035 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ ഒരെണ്ണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ISROയുടെ ചെയർമാൻ ആവാൻ പോകുന്ന ആള് വി നാരായണൻ ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. India ready to support Maldives in enhancing its defense preparedness, says Rajnath Singh എന്നൊരു ന്യൂസ് കാണാം. മാൽദീവ്സിന്റെ ഒരു അവസ്ഥ നോക്കിയേ. മാൽദീവ്സ് ആക്ച്വലി recently tried to keep distance from India, and the new president of Maldives, Mohammed Moisu. New president of Maldives is Mohammed Moisu. Broke the tradition of first visit to India. If a president is newly elected in Maldives, they will visit India for the first time. Their first official visit will be to India. But this man, this Mohammed Moisu, broke that tradition and he visited China first. Then UAE, Turkey, he visited. After that only he came to India. So he made some anti-India rhetoric in Maldives also. But when his intention was to get some investment from China. But when he visited China, he got a cold shoulder. He didn't get what he expected from China. When he came back from China, Maldives was under big financial trouble. Maldives is a tiny island nation. They have no resources. They have to import everything from other countries. For that, they have to give them money back. But there is no money. There is no foreign exchange reserve with them to service their debt obligations to other countries. So they understood very well that India is their long-term friend and India is their trustworthy friend. So Moisu came to India and pleaded before Narendra Modi, Indian Prime Minister, for some financial assistance. പക്ഷെ ഇന്ത്യ ഒരിക്കലും അവരുടെ ഒരു ശത്രുതയും കാണിച്ചില്ല. ഇന്ത്യ ജനറസ് ആയിട്ട് വീണ്ടും അവർക്ക് സഹായം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ എന്താ വീണ്ടും ആന്റി ഇന്ത്യ റെട്ടറിക് എല്ലാം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് മാൽദീവ്സ് പറഞ്ഞേക്കുക. ഇന്ത്യക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നവനാണ്. ഇപ്പം മാൽദീവ്സിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള ആവശ്യം പറഞ്ഞേക്കുന്നു. രാജ്നാഥ് സിംഗിന്റെ ഡിഫൻസ് മിനിസ്റ്ററെ കാണുന്നത്. അതാണ് ഈ ന്യൂസ്. ഓക്കെ, സംഭൽ മോസ്ക് നിങ്ങൾക്ക് അറിയാം. സംഭൽ മോസ്ക് ഈസ് ഇൻ ഉത്തർപ്രദേശ്. ദാറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഡിസ്പ്യൂട്ട്. സംഭൽ മോസ്ക് പണ്ടൊരു ടെമ്പിൾ ആയിരുന്നുള്ള പേരിൽ ഒരു ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ സംഭൽ മോസ്ക് എവിടെ നടന്നിരിക്കണം? ഉത്തർപ്രദേശിലാണ്. ഇതൊന്ന് പഠിച്ചു. തുഹിൻ കാന്ത പാണ്ഡെ, ന്യൂ റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ. തുഹിൻ കാന്ത പാണ്ഡെ. And he is currently the Finance Secretary of India also. Finance Secretary and Revenue Secretary. രണ്ടും തുഹിൻ കാന്ത പാണ്ഡെ ആണ്. അതിലൊരു കാര്യം കൂടിയാണ്, ഇന്ത്യയുടെ ബഡ്ജറ്റ് February 1 വരെയാണ്. അപ്പൊ February 1 ഇനി 2-3 ആഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാണ് തുഹിൻ കാന്ത പാണ്ഡെ പെട്ടെന്ന് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിക്ക് തന്നെ റവന്യൂ സെക്രട്ടറിയുടെ ചുമതല കൊടുത്തു. ദീസ് 2 പൊസിഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇത് 2 ഫിനാൻസ് മിനിസ്റ്ററിൽ 2 പൊസിഷൻസ് ആണ്. അത് പഠിച്ചു വെച്ചേക്കണം ആരാണെന്നുള്ളത്.
പിന്നെ ഇവിടെ SC to take up please challenging CEC and EC appointment laws in February. അതെന്താണെന്ന് വെച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെയ്ഡ് എ ന്യൂ ലോ. The name of that law is Election Commissioners Appointment Conditions of Service and Term of Office Act 2023. Election Commissioners Appointment Conditions of Service and Term of Office Act 2023. As per that act, new election commissioners and chief election commissioner of India will be decided by a committee of 3 members. That committee includes Prime Minister of India, a cabinet minister handpicked by Prime Minister of India, and opposition leader. So what is the problem with that act? There is a problem. Always the government friendly officials will come as election commissioners and chief election commissioner. Why? Because there is only one opposition leader differing with government views. The other 2 members are Prime Minister and a cabinet minister handpicked by Prime Minister. Previously it was not like that. Previously that committee included Prime Minister of India, Chief Justice of India, and opposition leader. So there is a balancing force of Chief Justice of India. There was a balancing force. Now that balance got lost. Using this law, only 3 members are there, and the Chief Justice of India was replaced by 1 cabinet minister. അപ്പോൾ ആരൊക്കെയോ പോയത് ക്വസ്റ്റ്യൻ ചെയ്തേക്കാം സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി ആ നിയമത്തിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പോയാണ്. ഓക്കെ. പിന്നെ പ്രവാസി ഭാരതീയ ദിവസ്. Yesterday I spoke about Pravasi Bharat Divas. Today is Pravasi Bharat Divas. Today is January 9. January 9th is the Pravasi Bharat Divas of India. Why it is chosen as Pravasi Bharat Divas? Because India's greatest Pravasi, Mahatma Gandhi, returned from his South African Pravasam in January 9, 1915. January 9, 1915. To commemorate that day, India selected January 9 as Pravasi Bharat Divas. Pravasi Bharat Divas is going to be held at Odisha today, and Prime Minister of India Narendra Modi will inaugurate Pravasi Bharat Divas event in Odisha. Okay, അതിനെക്കുറിച്ച് ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ICMR, Indian Council of Medical Research, ICMR, ഇന്ത്യസ് ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മെഡിക്കൽ റിസർച്ചിൽ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അയൺ ഡെഫിഷ്യൻസി കണ്ടെത്താനുള്ള ഒരു ലോ കോസ്റ്റ് ടെക്നോളജി അവർക്ക് കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നൊരു ന്യൂസ് ഉണ്ട്. അനീമിയ ഫോൺ എന്നാണ് എൻ്റെ പേര്. അനീമിയ ഫോൺ. അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ് അനീമിയ. അനീമിയ കണ്ടുപിടിക്കാനുള്ള ലോ കോസ്റ്റ് ഡിറ്റക്ഷൻ ടെക്നോളജിയാണ് അനീമിയ ഫോൺ. ദാറ്റ് was developed by Cornell University, and Cornell University transferred that technologies to India's ICMR, Indian Council of Medical Research. Okay. Filmmaker Pradesh Nandi passes away at 73. news കാണാം. പിന്നെ the HMPVക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സ്പൈക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ is reassuring that there is no need for panic. So there is no need for panic. Okay. പിന്നെ ഇവിടെ ബാക്കി ഒന്നും വലിയ കാര്യമില്ല. പിന്നെ ബിസിനസ് പേജിൽ വരുമ്പോൾ interest rate cuts not a silver bullet to revive the economy. CII chief. What is CII? CII, Confederation of Indian Industries. CII is Confederation of Indian Industries. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഒരു വലിയ കൂട്ടായ്മയാണ്, ഒരു യൂണിയൻ പോലുള്ള സംഭവമാണ് CII, Confederation of Indian Industries. You should always remember the name of the president of CII, Confederation of Indian Industries. The current president of CII, Confederation of Indian Industries, Sanjeev Puri, ITCയുടെ CEO ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി ഉള്ള ITC ഉണ്ടല്ലോ, ITC അതിന്റെ CEO ആണ് സഞ്ജീവ് പുരി. ഹി ഈസ് ദ കറന്റ് ചീഫ് ഓഫ് CII, Confederation of Indian Industries. പിന്നെ സെബിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട് ഇവിടെ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് പേജിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വൈൽഡ് ഫയർ, കാട്ടുതീ, അതിനെ കുറിച്ചൊരു ന്യൂസ്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി yesterday met with Taliban's foreign minister. This is the first high level official visit of an Indian official with താലിബാൻ ഗവൺമെന്റ്. താലിബാൻ ഗവൺമെന്റുമായിട്ട് ഇന്ത്യ ഒരു ഫോർമൽ ഇതിന് പോകത്തില്ല. പക്ഷെ ഇപ്പോൾ
ഇന്നലെ ദുബായിൽ വെച്ചാണെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി താലിബാൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്തു. ഗുഡ്, അത് എപ്പോഴും നല്ലതാണ്. കാരണം എങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുമായിട്ടൊക്കെ ഇത് വച്ച് അവരെയും കൂടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഓസ്ട്രേലിയൻ ഓപ്പൺ തുടങ്ങാൻ പോകുന്നു. ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്, ഹോക്കി ഇന്ത്യ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വിജയ് ഹസാരെ ട്രോഫി എപ്പോഴും നമ്മൾ പറഞ്ഞാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.